ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ ഏത് വിധത്തിലാണ് വലിയ അതിക്രമങ്ങൾക്ക് വഴിവെക്കുന്നത് അല്ലെങ്കിൽ ആക്രമണങ്ങൾക്ക് വഴിവെക്കുന്നത് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ മണിപ്പൂർ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഉദാഹരണമായിട്ട് സഭാ നേതൃത്വത്തിന് മുന്നിലുണ്ട്. ബാംഗ്ലൂർ ബിഷപ്പാണ് കർണാടക സംസ്ഥാനത്തിൽ BJP ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ക്രിസ്തീയ സഭാവിശ്വാസികൾക്ക് നേരെ ഉണ്ടായതായിട്ട് പറഞ്ഞത്. ആക്രമിക്കപ്പെട്ട പള്ളികളുടെ എണ്ണം പുറത്തു പറഞ്ഞത്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നതായിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഈ വർഗീയ വിദ്വേഷം വളർത്താൻ സംഘടിതമായി നടത്തിയ ശ്രമത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ആക്രമണങ്ങളൊക്കെ. ഇതൊക്കെ മുന്നിൽ നിൽക്കെ ഇതൊക്കെ അറിയാവുന്ന ആളുകൾ ഈ ഒരു നുണ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മാത്രമാണോ അതിൻ്റെ പിറകിലുള്ളത്? അതിൻ്റെ ഒരു രാഷ്ട്രീയം അത് മനസ്സിലാക്കാതെയാണോ ഇവർ ഈ ചെയ്യുന്നത്? ഇത് ഒട്ടും മനസ്സിലാക്കാതെയല്ല, അത് നല്ലപോലെ മനസ്സിലാക്കി തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇവര് ഇതിൻ്റെ അകത്തുള്ള ഒരു കാര്യമുണ്ട് രാജീവ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കേരളത്തിലെ ക്രിസ്ത്യൻ സഭ പ്രത്യേകിച്ച് ഇപ്പൊ ഇതുമായിട്ട് ഈ ബോധവൽക്കരണത്തിൽ ഇറങ്ങിയിരിക്കുന്ന സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഒരു 1.5 നൂറ്റാണ്ടെങ്കിലും മിനിമം നമ്മുടെ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നോട്ട് പോക്കിൽ വളരെ ഉറച്ച വളരെ വ്യാപകമായ നിലപാടുകൾ എടുക്കുകയും ചുവടുകൾ വയ്ക്കുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. അപ്പം ചവറ കുര്യാക്കോസ് ഇല്യാസച്ചനെ കുറിച്ച് സഭ ഇപ്പൊ എങ്ങനെ കണക്കാക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മളൊക്കെ പഠിച്ചിരുന്നതും CMI സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ നവോത്ഥാനം തുടങ്ങുന്നത് കുര്യാക്കോസ് ഇല്യാസച്ചനോട് തുടങ്ങിയ എന്നുള്ളതാണ്. പള്ളികൾക്കൊപ്പം പള്ളിക്കൂടങ്ങൾ തുടങ്ങുകയും അവിടെ നാനാജാതി മനസ്ഥരായ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്ത് അങ്ങനെ സമുദായത്തിനും മാത്രമല്ല സമൂഹത്തിനും മുമ്പോട്ട് പോകാനുള്ള വഴി തെളിയിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ സുറിയാനി കത്തോലിക്ക സഭ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ SB കോളേജ് തുടങ്ങിയിട്ട് 100 വർഷം കഴിഞ്ഞു, 101 വർഷം മറ്റായി. 100 വർഷം പഴക്കമുള്ള കോളേജുകൾ ഇന്ത്യയിൽ തന്നെ അധികം ഉണ്ടാവില്ല. CMS കോളേജ് തുടങ്ങിയിട്ട് 225 വർഷം മറ്റേ അത് സ്കൂളായിട്ട് തുടങ്ങിയിട്ട്. അപ്പം സാധാരണഗതിയിൽ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്ക് ഓരോ സമൂഹവും അതത് കാലങ്ങളിൽ എത്തി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അത് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ധാരണയുണ്ട്. ഇപ്പൊ മലബാർ കുടിയേറ്റം 1930, 40, 50 വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ലെവൽ കുടിയേറ്റം, അതിനുശേഷം പല ലെവലിലായിട്ടുണ്ടായ കുടിയേറ്റം, ഇടുക്കിയിലേക്കുള്ള കുടിയേറ്റം, ഇതൊക്കെ സഭാ നേതൃത്വത്തിന്റെ വളരെ അറിവോടും ആശീർവാദത്തോടും പിന്തുണയോടും കൂടി നടന്നതാണ്. ഞാൻ അങ്ങനെയുള്ള കുടിയേറ്റക്കാരന്റെ മകന്റെ മകനാണ്. അപ്പോൾ എനിക്ക് കഥകൾ ഞാൻ കേട്ടറിയാം. പള്ളിയും അച്ഛന്മാരും ഒക്കെ ഒരുമിച്ച് നിന്ന് അവരുടെ ഒരു സപ്പോർട്ട് ബേസിസിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ സാധാരണക്കാരായ കുടിയേറ്റ ക്രിസ്ത്യാനികൾ അവരുടെ ജീവിത സമരം കൊണ്ടുപോയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലബാർ ഭാഗം മുഴുവൻ അവിടെ തദ്ദേശീയരായ വളരെ കുറച്ച് മനുഷ്യരുണ്ടായിരുന്നില്ല, അവരുടെയൊക്കെ എത്ര ഇരട്ടി ആണ് കുടിയേറ്റക്കാർ വന്നത്. അപ്പൊ ആ പ്രദേശം മുഴുവൻ മുമ്പോട്ട് പോയി, ആ സമൂഹം, ആ സമുദായം, ആ പ്രദേശം മുഴുവൻ മുമ്പോട്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ആവശ്യങ്ങള് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനും അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും ചലിപ്പിക്കാനുമുള്ള വലിയ വിഷനുള്ള നേതാക്കന്മാർ ഈ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ ഇപ്പോൾ വന്നിട്ട് നമ്മൾ കാണുന്നത് സഭയ്ക്ക് അകത്ത് തന്നെ ഉണ്ടാകുന്ന കൊച്ചു പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പറ്റാതെ വഴിനീളെ തല്ലും പിടിയായി അക്രമമായി ബൈബിളിലും ക്രിസ്തുവും പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വിപരീത സാക്ഷ്യം കൊടുക്കുന്ന ഒരു സഭാ നേതൃത്വം ഇപ്പോൾ കേരളത്തിലുണ്ട്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സമുദായത്തിനൊരു പ്രശ്നമുണ്ട്. സിറിയൻ കത്തോലിക്ക സമുദായത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്നുള്ളത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പലരെ കൊണ്ടും പറ്റുന്നില്ല. ഇപ്പം കുടിയേറ്റക്കാരായ മനുഷ്യരൊക്കെ 2ാം തലമുറകളോ 3ാം തലമുറയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പൊ അവർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നു. അപ്പൊ അവരെ എങ്ങനെ ഒരു പുതിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ, അവരെ സജ്ജരാക്കാൻ, അവരെ എക്വിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാനുള്ള ശിക്ഷണാശക്തി ഇല്ലാത്ത, ഭാവനയില്ലാത്ത ആളുകൾ ഈ സമുദായത്തിന്റെയും സഭയുടെയും നേതൃത്വത്തിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പം എന്നുള്ളത് സാധാരണഗതിയിൽ എല്ലാ ഫാഷിസ്റ്റ് ശക്തികളും ചെയ്യുന്നത് പോലെ ഒരു ഇരയെ കണ്ടുപിടിക്കുക, ഒരു കാരണക്കാരനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിനോടുള്ള വെറുപ്പ്. മുസ്ലിങ്ങൾ കാരണമാണ് ഈ പ്രശ്നം
എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം സഭയുടെ നേതൃത്വത്തിൽ വന്നുകൂടിയ ഭാവനയില്ലാത്ത, കഴിവില്ലാത്ത, ധിഷണയില്ലാത്ത, സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കഴിവില്ലാത്ത നേതൃത്വം വരുന്നതോടുകൂടി അവർക്ക് ഈ ചോദ്യം വരും, എന്തുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ സഹായിക്കുന്നില്ല എന്നുള്ള ചോദ്യം വിശ്വാസികളായ മനുഷ്യരുടെ അടുത്ത് നിന്ന് വരുമ്പം ആ വരവിന്, ആ ചോദ്യങ്ങളെ ഡിഫ്ലക്ട് ചെയ്യാനുള്ള സഭാ നേതൃത്വത്തിന്റെ ഒരു അടവ് ആയിട്ടാണ് ഞാനിപ്പോ കേരളത്തിൽ കുറച്ചു കാലമായി ഇവർ കൊണ്ടു നടക്കുന്ന ഈ മുസ്ലിം വെറുപ്പിനെ ഞാൻ കാണുന്നത്. അതല്ല എങ്കിൽ സാധാരണഗതിയിൽ കത്തോലിക്ക പുരോഹിതന്മാരും അവരുടെ ബിഷപ്പുമാരും സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായ ധാരണയോടുകൂടി സമൂഹത്തിൽ എന്ത് വ്യത്യാസമുണ്ടാക്കും, അവരുടെ ഓരോ വാക്കിനും എന്ത് വിലയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അളന്നു മുറിച്ച് മാത്രം സംസാരിക്കുന്ന ആളുകളാണ്. അവര് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു നടക്കുന്നത് ഇപ്പൊ എന്താണ്? അവര് എവിടെ നിന്നാണ് ഈ മയക്കുമരുന്നിന്റെ ജിഹാദ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്? എന്തുമാത്രം വെറുപ്പാണ് സമുദായങ്ങൾ തമ്മിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ക്രൈസ്തവ സമുദായത്തിന് ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇതര സമുദായങ്ങളുമായി ഇത്രയധികം വെറുപ്പുണ്ടാക്കുന്ന ഒരു ചരിത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭൗതികമായിട്ട് മനുഷ്യർ സമുദായങ്ങളും സമൂഹങ്ങളും സ്റ്റക്കായി പോകുന്ന സമയങ്ങളുണ്ട്. അപ്പം ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള നേതൃത്വം ഉണ്ട് എങ്കിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള വഴികൾ അവർ അന്വേഷിക്കും. അപ്പൊ ആ കഴിവില്ലാത്ത മനുഷ്യർ സഭയുടെ നേതൃത്വത്തിൽ വരികയും ആ സഭയ്ക്കുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് ഒരു മറയിടാൻ ഒരു പൊതു എനിമിയെ പുറത്ത് കണ്ടെത്തുക, ഒരു പൊതു ശത്രുവിനെ പുറത്ത് കണ്ടെത്തുക എന്നുള്ള അങ്ങേയറ്റം ഖേദകരമായ, അങ്ങേയറ്റം മടുപ്പുളവാക്കുന്ന ഒരു സ്ട്രാറ്റജി ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അതവർ അതവർ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് ഇവർക്കറിയില്ലാഞ്ഞിട്ടല്ല. കേരളത്തിലുള്ള ജനസംഖ്യ കൊണ്ട് 18ഉം 28ഉം ശതമാനമുള്ള രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഇത്രയധികം സ്പർദ്ധയുണ്ടാക്കിയാൽ ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് ഇവർക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ലോകത്തിലുള്ള എല്ലാ വിഡ്ഢികളെയും പോലെ ഇവരും വിചാരിക്കുന്നത് ഇവരുടെ സൊല്യൂഷനാണ് ഏറ്റവും ഗംഭീരമായ സൊല്യൂഷൻ എന്നിവർ വിചാരിക്കുന്നു. അതുകൊണ്ട് അവർ സമൂഹത്തിൽ വിഷം കലക്കാൻ നടക്കുന്നത്. പക്ഷെ എൻ്റെ ഉറപ്പ് എന്നുള്ളത് നമ്മൾ ഈ കാലം കൊണ്ട് ആർജിച്ചെടുത്ത സാമൂഹ്യ ബോധം, രാഷ്ട്രീയ ബോധം ഇമാതിരിയുള്ള വെറുപ്പിന്റെ പ്രവാചകന്മാരെ വേർതിരിച്ച് കാണാൻ നമ്മുടെ സമുദായത്തെ സഹായിക്കുമെന്നുള്ളതാണ്.